വടകരയിൽ കോൺഗ്രസ് നേതാവിനെയും വീട്ടമ്മയെയും സദാചാര ലംഘനം ആരോപിച്ച് ഓഫീസിൽ പൂട്ടിയിട്ട സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ 13 പേർക്കെതിരെ കേസെടുത്തു. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവള്ളൂർ മുരളിയെയും പയ്യോളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ വീട്ടമ്മയെയുമാണ് ഒരു സംഘം കഴിഞ്ഞ ദിവസം പൂട്ടിയിട്ടത്. ഇന്നലെയായിരുന്നു സംഭവം. കോൺഗ്രസ് നേതാവ് തിരുവള്ളൂർ മുരളി പ്രസിഡന്റായ വടകരയിലെ സഹകരണ സംഘത്തിന്റെ ഓഫീസിൽ ജോലി ആവശ്യാർത്ഥമാണ് പയ്യോളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ വീട്ടമ്മ എത്തിയത്. ഇരുവരും സംസാരിച്ചിരിക്കെ ഒരു സംഘം ഓഫീസിന്റെ ഷട്ടർ പൂട്ടിയിട്ടു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പരാതിയൊന്നുമില്ലാതിരുന്നിട്ടും ഇരുവരെയും മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. ഇതിനിടെ പോലീസിനെ അഭിവാദ്യമർപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതോടെ സംഘർഷം ഉടലെടുത്തു. സംഭവത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പോലീസ് കൂട്ടുകെട്ടാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സിന്ധുവിന്റെ കുട്ടികൾക്കുണ്ടായിരിക്കുന്ന അപമാനം മറ്റൊരു ഭാഗത്ത് എന്റെ മക്കളും സിന്ധുവിന്റെ മക്കളും സ്കൂളിൽ പോകാൻ കഴിയാത്ത രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ ബാലാവകാശ കമ്മീഷൻ അടക്കം ഞങ്ങൾ പരാതി കൊടുത്തിരിക്കും. വീട്ടമ്മയുടെ പരാതി പ്രകാരമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ 13 പേർക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐക്ക് പങ്കില്ലെന്ന് നേതാക്കൾ അറിയിച്ചു. മീഡിയ 1 കോഴിക്കോട്.